അമ്മായി എൻ്റെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇതുവരെ റിപ്ലൈ അയക്കാത്ത? നോക്കട്ടെ. ഇപ്പോഴാണ് രാജാവിനെ പോലുള്ളത്. എനിക്കെന്തോ പോലെ തോന്നുന്നു. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ വിഷമമുള്ള പോലെ. നിന്നോടൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല അല്ലേ? ഒളിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? പവിത്ര, ചില ആഴ്ചകളോളം ചുമലിൽ നല്ല ഭാരമായിരിക്കും. ചിലപ്പോൾ ചുമലിൽ താഴ്ന്നു പോയേക്കാം. ഒരു സമയത്ത് ആ ഭാരത്തെ ശരിയായ സ്ഥലത്ത് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്നാ തോന്നുന്നത്. മറ്റാർക്കൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്റെ രാജാവിനെ പൂർണ്ണ വിശ്വാസമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ മഹത്തായ ഒരു ദിവസം. ഇന്ന് എല്ലാ രീതിയിലും നിങ്ങളൊരു രാജാവാകാൻ പോവാ. ഇന്ന് രാത്രി തൊട്ട് ഈ കൊട്ടാരത്തിൽ ഒരേ ഒരു പ്രിൻസസ്സേ ഉണ്ടാവുള്ളൂ. അവളുടെ പേരാണ് ദിയ കുമാരി. നിന്നെപ്പോലൊരു പെണ്ണിന്റെ ആവശ്യം ഈ സ്ഥലത്ത് ഒരാവശ്യമില്ല. എന്തായാലും കൊള്ളാം. ഇവക്ക് ഭയങ്കര ബുദ്ധിയാ. നിങ്ങളുടെ ശബ്ദം ഇവിടെ തിരിച്ചറിഞ്ഞ് പുറകിന്ന് ആരാ പാപത്തിയെ നമുക്ക് മനസ്സിലായി. ഒന്ന് നോക്ക് ചേട്ടാ, എനിക്ക് തോന്നുന്നു ഇവക്ക് ചേട്ടനോട് പ്രണയം തോന്നി തുടങ്ങിയെന്ന്. ഇങ്ങനെ ഒരു പെണ്ണിനെ ഒരു സ്വപ്നത്തിൽ പോലും എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ഇന്ന് എന്റെ അച്ഛൻ സ്ഥാനമേൽക്കാൻ പോകുന്ന ദിവസമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തിനെങ്ങനെ മോശമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ 3 പേരും ചേർന്ന് എന്നെ തടയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ചിന്തിച്ചു മാത്രം നടക്കത്തില്ല. നീ ഇന്നത്തെ ഈ ഫംഗ്ഷന് പോകാൻ പറ്റില്ല. ഹലോ മിസ്റ്റർ, ഇന്ന് രാജസിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത് എന്റെ പപ്പയാണ്, നിന്റെ പപ്പയല്ല. നീ നിന്റെ ലിമിറ്റിൽ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ റെഡി ആയിരുന്നോ? നിന്റെ പപ്പയുടെ അടുത്തേക്ക് ഞാൻ അയക്കും. എന്താ ചേട്ടാ ഇത്? ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയിരിക്കുക, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇന്ന് നല്ലൊരു തമാശ കാണാം, അല്ലാതെ എന്ത്. പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്യാ, ഈ റോജാവെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ ഞാനിപ്പോ എന്തെങ്കിലും തെറ്റായിട്ടുള്ള എടുത്തിട്ടോ പവിത്ര? ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരാൾക്ക് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നേ. ഉറപ്പായിട്ടും ഞാൻ രാജാവാക്കാൻ പോകുന്നുവെന്ന് ജനങ്ങളെല്ലാം വിശ്വസിക്കുമല്ലോ. അല്ലെങ്കിൽ പപ്പ ഞങ്ങളുടെ രാജാവ് തന്നെയാ. എന്തുപറ്റി മോളെ? അല്ല, എനിക്ക് തോന്നുന്നു എന്റെ വിരലിൽ എന്തോ തട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണോ? എന്താ മോളെ ഇത്? നീ ഞങ്ങളെ ആകെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു ദുസ്വപ്നം കണ്ട പോലെ. ഞാൻ തീ സ്വപ്നം കണ്ട കാര്യം ഇവരോട് പറയുന്നത് ശരിയല്ല. പറഞ്ഞാ ഇവര് വല്ലാതെ പേടിക്കും. പപ്പ, ഞാനീ തലപ്പാവ് പപ്പയ്ക്ക് ധരിപ്പിച്ചു തരട്ടെ പ്ലീസ്? ഉറപ്പായിട്ടും. നീ എന്റെ അഭിമാനമല്ലേ മോളെ. തലപ്പാവ് എനിക്ക് വച്ചു തരാനായിട്ട് നിനക്കെല്ലാം അധികാരമുണ്ട്.
ഒരുപാട് കാലത്തെ സ്വപ്നം സഫലമായതുപോലെ ഇന്ന് ഈ രാജ്യത്തിന്റെ പദവി ഏറ്റെടുക്കാൻ പോവാണ് നിങ്ങൾ. നമ്മുടെ രോജമോള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എന്റെ സ്വപ്നം എന്റെ ഈ പൊന്നു മോളാണ് നിറവേറ്റിയത്. എന്റെ ബർത്ത്ഡേക്ക് മോൾ ഇതെങ്ങാനും എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഉറപ്പായിട്ട് നടക്കില്ലായിരുന്നു. താങ്ക് യു മോളെ. എന്താ ഇത്? ആരെങ്കിലും മോളോട് താങ്ക് യു പറയോ? ഇനി ഇങ്ങനൊന്നും പറയരുത്, മനസ്സിലായല്ലോ? മനസ്സിലായോന്ന്? ശരി മോളെ, എനിക്ക് മനസ്സിലായി. ശരണ്ടെ ശ്വാസമാണ് ആ റോജ. നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ പറിച്ചെടുക്കും. കാലം മാറിപ്പോകും, തലയിലെഴുത്തും മാറിപ്പോകും. പക്ഷെ വരാൻ പോകുന്ന രാജാവിന്റെ ശ്വാസം നമ്മുടെ പിടുത്തത്തിൽ നിന്നും പോകും. നമ്മൾ കടത്താൻ പോകുന്ന ഒരു സാധാരണ പെണ്ണിനെയല്ല, വരുംകാല രാജാവിന്റെ മകളെയാണ് കടത്തേണ്ടത്. കാര്യം കുറച്ച് കഷ്ടം തന്നെ ആയിരിക്കും, പക്ഷെ സമ്മാനം വളരെ വലുതുമായിരിക്കും. മദ്യ ഫാക്ടറിയിൽ ഒരു ജോലിയും ലഭിക്കും. ഇതത്ര നിസ്സാരമായി കാണുമെന്നും വേണ്ട. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ സാർ, ഇന്നെന്തായാലും നടക്കും. എന്താ പറഞ്ഞത്? വിശ്വാസവും? എന്റെ സൈന്യാധിപനെ മറ്റൊരാളുടെ വിശ്വാസത്തിൽ വിടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യം കഴിയുന്നത് വരെ പ്രതാപ് നിന്നെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. കാര്യം കഴിഞ്ഞ ഉടനെ അപ്പ തന്നെ വിളിച്ചു പറയാം. ആ, അതുവരെ എനിക്കും മോഹിനിക്കും ഒരു ജോലിയുണ്ട്. അതായത് ശരൺ, റാണി, ഇവര് വാ തുറക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ സാർ. ആ പെങ്കൊച്ചു ഒരു പ്രാവശ്യം കിഡ്നാപ്പായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ കണ്ടോളൂ. ആ ശരൺ സ്വയം തന്നെ എനിക്ക് രാജാവാകണ്ട എന്ന് പറഞ്ഞോളും. അത് കഴിയുമ്പോ വേറെ ഘടനയെ ഭരിക്കുന്നത് ഞാനായിരിക്കും. അതുപോലെ മദ്യ കമ്പനിയുടെ പ്രോഫിറ്റും എനിക്ക്. ഇത്രയും സന്തോഷം എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. പപ്പയെ കാണാൻ മൂവീസിൽ വരുന്ന രാജാവിനെ പോലെ തന്നെയുണ്ട്. അപ്പൊ ചേച്ചി ഞാനോ? കാണാൻ കാർട്ടൂണിൽ വരുന്ന രാജാവിനെ പോലെയുണ്ട്. പപ്പ ചേച്ചിയെ കണ്ടില്ല, ഇന്നും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ആ ശരി ശരി, നിന്റെ ചേച്ചി ഉണ്ടല്ലോ നിന്നെ കാർട്ടൂണിൽ നിന്നും ശരിക്കുള്ള പ്രിൻസ് ആക്കാൻ പോവാ. ഇങ്ങോട്ട് വാ. ചേച്ചിയുടെ രാജകുമാരനോ? ഇപ്പൊ നോക്കിക്കേ, എങ്ങനെയുണ്ട്? ആഹാ, ചേച്ചി ഇപ്പൊ എന്നെ ശരിക്കും രാജകുമാരനെ പോലെ തന്നെ ആക്കി. നിങ്ങൾ കണ്ടില്ലേ, റോജുമോൾ എപ്പോഴും നിഴല് പോലെ അവിയുടെ കൂടെ നിന്ന് അവനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ്. ഉറപ്പായിട്ട് വെച്ചോ. പക്ഷെ റോജയാണ് അവിക്കിന്റെ ഒരു കവചമായിരിക്കുന്നത്, അല്ലേ? എന്റെ പൊന്നു മക്കളെ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അച്ഛനൊരു വാക്ക് തരണം. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും വിട്ടുപിരിയാനേ പാടില്ല. ആര് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ചേച്ചിയുടെ അനിയത്തിന്റെ ബന്ധം വളരെ സ്ട്രോങ് ആയിരിക്കണം. ആർക്കും വേർപിടിക്കാൻ പറ്റാത്ത അളവിലുണ്ടായിരിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ബന്ധത്തിന് ഒരു കോട്ടവും വരരുത്. റോജ നിന്റെ ചേച്ചിയല്ലെന്ന് ആരെങ്കിലും നിന്നോട് പറയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നീ അവരെ വിശ്വസിക്കാനേ പാടില്ല. നിന്റെ ഈ അച്ഛൻ നിന്നോട് എന്താണോ പറയുന്നത് അതെപ്പോഴും നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങളുടെ ബന്ധത്തെ ആരെ കൊണ്ടും പിരിക്കാനാവില്ല. പ്രോമിസ്? I promise you, Papa. That's my boy. റോജ, എന്നെങ്കിലും ദൈവം എന്നോട് നിന്റെ അച്ഛനമ്മ പിന്നെ അവയ്ക്കുള്ള ഈ 3 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ നീ എപ്പോഴും അവിക്കിനെ മാത്രമേ സെലക്ട് ചെയ്യാവൂ. പപ്പ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് കേക്ക്. നീ എപ്പോഴും അവിക്കിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. പ്രോമിസ്? പ്രോമിസ് ചെയ്യും മോളെ.
അച്ഛൻ ചോദിക്കുന്നുണ്ടില്ലേ? ഐ പ്രോമിസ് യു പപ്പ. ഐ ലവ് യു. ഐ ലവ് യു ബോത്ത്. പപ്പ നമുക്കൊരു സെൽഫി എടുക്കാം. സെൽഫി? ആ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ആ അമ്മേ, എല്ലാരും കാണുന്നുണ്ടല്ലോ? നോക്കി എത്ര നല്ല ഫോട്ടോ ആണെന്ന്. അതെ, നല്ല വളരെ രസമുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. Very nice.